നടുവൊടിഞ്ഞും വണ്ടിയുടെ ആക്സിലൊടിഞ്ഞും യാത്ര ചെയ്യുന്ന മലയാളികൾ ധാരാളമുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ആളുകൾ പറയുന്നത് ആകെ പരിതാപകരമാണ് റോഡിൻ്റെ അവസ്ഥ. മഴ പെയ്താൽ 1-2 മണിക്കൂർ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങേണ്ട ദുരിത യാത്ര. എങ്കിലും ടോൾ പിരിവിന് ഒരു ശമനവും ഉണ്ടായില്ല, ഒരു കുറവും ഉണ്ടായില്ല. ഫാസ്ടാഗ് സംവിധാനം നിലവിലുണ്ട്. ഫാസ്ടാഗ് ഇല്ലാത്തവർ അവിടെ ക്യൂവിൽ കിടന്ന് പൈസ അടച്ച് ടോൾ മറികടന്ന് അക്കരെ കടക്കണം, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം. ഇതൊക്കെയായിരുന്നു സ്ഥിതി. ഈ ഫാസ്ടാഗിൻ്റെ സംവിധാനമാണെങ്കിൽ ഫാസ്ടാഗ് ചില സമയങ്ങളിൽ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും ഈ കടലാസിൽ എഴുതി കൊടുക്കുന്ന സംവിധാനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതും യാത്രാ ദുരിതത്തിന് കാരണമായിരുന്നു. അത് ഇതിൻ്റെ ഒരു വശം. ഞാൻ പറയുന്നത്, ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷനായ ജോസഫ് ടാജറ്റും ഒരു ഷാജി എന്ന് പറയുന്ന ഒരു സാധാരണ പൗരനുമൊക്കെയാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത്. കാരണം ഈ റോഡ് ശോചനീയമാണ്. എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന മണ്ണുത്തി ഇടപ്പള്ളി ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഭാഗം, ഈ ഭാഗത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ദേശീയപാത അതോറിറ്റി തന്നെ, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ പറയുന്നുണ്ട്, ഏകദേശം 3 കിലോമീറ്ററോളം ദൂരമാണ് ഈ പ്രശ്നങ്ങളുള്ളത്, ഞങ്ങളത് പരിഹരിച്ചു കൊള്ളാമെന്ന് പലതവണ ഹൈക്കോടതിയിൽ വാക്ക് പറഞ്ഞിരുന്നു. 2 ആഴ്ച ചോദിച്ചു, 3 ആഴ്ച ചോദിച്ചു, 4 ആഴ്ച ചോദിച്ചു. അവസാനം ആ സമയമൊക്കെ അനുവദിച്ചിട്ടും ഈ കുണ്ടും കുഴിയും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയൊന്നും മാറിയില്ല. ഇപ്പോൾ മഴക്കാലമാണ്. മഴ കൊടുമ്പിരി കൊള്ളുമ്പോൾ ജനം യാത്രാ ക്ലേശത്തിലാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ആ വഴി യാത്ര ചെയ്തിട്ട് പറഞ്ഞു, നടു ഒടിഞ്ഞു, വണ്ടിയുടെ ആക്സിലും പോയതല്ലാതെ യാതൊരു ഗുണവുമില്ല. ടോൾ പ്ലാസയിൽ 100-300 രൂപ ചെലവ് ആവുകയും ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക്. ഇതാണ് ദുരിതയാത്ര. ഈ ദുരിതയാത്രയാണ് ഹൈക്കോടതി ഇപ്പോൾ വിലക്കിയിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ടോൾ പിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം ഗുണകരമായ അല്ലെങ്കിൽ സുഖമായ ഒരു യാത്രയ്ക്ക് അനുയോജ്യമായ റോഡ് നിങ്ങൾ സജ്ജീകരിക്കണം. ഇതിനിടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ 7 ദിവസത്തേക്ക് ടോൾ പിരിക്കുന്നത് നിർത്തിക്കൊണ്ട് ഒരു ഉത്തരവിറക്കി. ഇതൊക്കെ വലിയ വാർത്തയായ സംഭവങ്ങളാണ്. ഉടനെ തന്നെ ഇടപെടൽ വന്നു. 48 മണിക്കൂറിനുള്ളിൽ, അതായത് 2-ാം ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കളക്ടർക്ക് ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. കാരണം വൻ സമ്മർദ്ദമാണ്. സംസ്ഥാന സർക്കാരും കൊള്ളാം, കേന്ദ്ര കൊള്ളാം. ടോൾ പിരിവിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ല, അതുകൊണ്ട് ടോൾ പിരിക്കുക തന്നെ ചെയ്യും. ആ തരത്തിലായിരുന്നു സമ്മർദ്ദം. കളക്ടർ അവസാനം തൻ്റെ ഉത്തരവ് പിൻവലിക്കേണ്ട ഗതികേടിൽ ആവുകയും ചെയ്തു. ഇതൊക്കെ ആ വഴി യാത്ര ചെയ്യുന്നവർ നിരന്തരം ശ്രദ്ധിക്കുന്ന വാർത്തയാണ്. ആ വഴി യാത്ര ചെയ്യുന്നവർ മാത്രമല്ല, കേരളത്തിലെ ദേശീയപാത ഉപയോഗിക്കുന്ന ആളുകൾ. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഞങ്ങളുടെ റിപ്പോർട്ടർ അനശ്വരയും ക്യാമറാമാൻ അനിലും പോയി തയ്യാറാക്കിയ റിപ്പോർട്ട്. അവിടെ അറിയാം ഗതാഗത കുരുക്കാണ് തിരുവല്ലത്ത്. അതുപോലെ അവിടെയും ഫാസ്ടാഗിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെ അധികാരികൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഈ യാത്രക്കാർ പൈസ അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുക. അതെന്ത് ന്യായമാണ്? അതൊരു കാട്ടുനീതിയല്ലേ? അതുകൊണ്ടാണ് ഷാജിയും ഈ ജോസഫ് ടാജറ്റുമൊക്കെ ഹർജിയുമായി രംഗത്തെത്തി. ആ ഹർജികൾ പരിഗണിച്ച കോടതിയാണ് ഇന്ന് 4 ആഴ്ചത്തേക്ക് ഇത് ടോൾ പിരിവ് പാടില്ല, അതിനുള്ളിൽ ഇത് ശരിയാക്കണം. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ചോദിച്ച സമയപരിധിയൊക്കെ കോടതി അനുവദിച്ചു, എന്നിട്ടും ഇവർ ചെയ്തില്ല. ഇവർ ആമ ഇഴയുന്നതിനേക്കാൾ ഒച്ചിഴയുന്നതിനേക്കാൾ സാവകാശം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. അവർ ഓരോരോ ഒഴിവ് കഴിവുകൾ പറയുകയാണ്. അവർ പറയുന്നു, അപ്രോച്ച് റോഡ് ഇപ്പോൾ ശരിയാക്കും, സർവീസ് റോഡ് ഇപ്പോൾ ശരിയാക്കും, എന്നാൽ പിന്നെ ഗതാഗത കുരുക്കുണ്ടാകില്ല, കുണ്ടും കുഴിയും ഉടനടയ്ക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ കാര്യത്തിൽ ഫലത്തിൽ യാതൊന്നുമില്ല. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് 4 ആഴ്ചത്തേക്ക് നിങ്ങൾ ഈ പണപ്പിരിവ് വേണ്ട. ഇനി പണപ്പിരിവിൻ്റെ കണക്കെടുത്താൽ വർഷങ്ങളായി നടക്കുന്നുണ്ടല്ലോ. പാലിയേക്കരയിലെ ടോൾ പിരിവിൽ ഏകദേശം നിർമ്മാണ ചെലവിൻ്റെ 6 ഇരട്ടി അവർ പിരിച്ചെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ടോൾ പിരിക്കാതെ വരുമ്പോൾ ഈ കമ്പനികൾക്ക് വരുന്നത് കോടികളുടെ നഷ്ടമായിരിക്കാം. ആ നഷ്ടത്തിൽ നിന്നെങ്കിൽ ഇവന്മാർ പാഠം പഠിക്കണമല്ലോ. ഈ ജനങ്ങൾ ഇത്രയും യാത്രാ ദുരിതം അനുഭവിച്ചിട്ടും ഈ ജനങ്ങളുടെ ഈ ദുരിതം കണ്ടില്ലെന്ന് നടിച്ച് ഈ അധികൃതർ ഇങ്ങനെ പൈസ പിരിക്കുകയും റോഡ് ശരിയാക്കി കൊടുക്കാതിരിക്കുകയും ചെയ്തതിനെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുകയും നിങ്ങൾ നല്ല റോഡ് കൊടുക്കുക, യാത്ര സുഗമമാക്കുക, സുഗമമാക്കിയ ശേഷം മതി നിങ്ങളുടെ ടോൾ പിരിവ് എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ തന്നെയാണ് കളക്ടറുടെ ആ ഉത്തരവ്, നിരോധന ഉത്തരവ്, ടോൾ പിരിക്കരുതെന്ന ഉത്തരവും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക്, 1 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ റോഡിൽ കിടക്കേണ്ടി വരും വാഹനവുമായി.
പെരുമഴയാണെങ്കിലും പെരുവെയിലാണെങ്കിലും പൊരുവെയിലാണെങ്കിലും ഇങ്ങനെ റോഡിൽ കിടക്കേണ്ടി വരും ഈ ഭാഗം വഴി കടന്നു പോകണമെങ്കിൽ. ഇതെന്ത് നാഷണൽ ഹൈവേ എന്ന് കോടതിക്ക് അതിശയമാണ്. നാട്ടുകാർ മാത്രമല്ല, കോടതിക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നു. വളരെ ജനകീയമായ ഒരു വിധിയാണ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത്. അത് ജനങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യുന്നു. ചില ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അവിടെ ലഡു വിതരണം ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ഹർജിക്കാരൻ ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ ലഡു വിതരണം ചെയ്യുന്ന കാഴ്ചയും കണ്ടു. ഏതായാലും വളരെ നല്ല തീരുമാനം. ഇതിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി വളരെ വേഗം റോഡ് ശരിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയ്ക്ക് ഒരു ചർച്ചാ മാമാങ്കമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തിയിരുന്നു. സംസ്ഥാന PWD, റവന്യൂ വകുപ്പ്, അതുപോലെ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് ചർച്ചയൊക്കെ നടത്തിയിട്ട് ഉടനെ ഇതൊക്കെ ശരിയാക്കി കളയുമെന്നൊക്കെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. അവസാനം അവർക്ക് കനത്ത പ്രഹരം ഹൈക്കോടതിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു. 4 ആഴ്ചക്കാലത്തേക്ക് പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നടക്കില്ല. അതൊരു ആശ്വാസകരമായ വാർത്തയാണ്.